നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നിന്നും. കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ വെരിഫിക്കേഷൻ സമയമായിരിക്കുന്നു. നമുക്കറിയാം, നമ്മൾ ഏപ്രിൽ മാസത്തിൽ അപേക്ഷിച്ച കേരളത്തിലെ എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴി 4 കോഴ്സുകൾക്കാണ് അപേക്ഷകൾ സമർപ്പിക്കാനുണ്ടായിരുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും എഞ്ചിനീയറിംഗ് വിഭാഗം, അതുപോലെ തന്നെ MBBS BDS ഉൾപ്പെടുന്ന മെഡിക്കൽ വിഭാഗം, ബിഫാം, ആർക്കിടെക്ചർ, ഈ 4 കോഴ്സുകൾക്കുമായിട്ട് കീം 2024 അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ നേറ്റിവിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, പേര്, ജാതി സംവരണങ്ങൾ, മൈനോറിറ്റി, NRI എന്നിങ്ങനെ നാം സമർപ്പിച്ച വിവിധ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്ത് അതിന് ആവശ്യമുള്ള തിരുത്തലുകൾ വരുത്തുവാനുള്ള സമയമാണ് ഇപ്പോൾ. കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ നിലവിൽ വന്നിരിക്കുന്നു. നമുക്ക് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം അപേക്ഷകന്റെ പ്രൊഫൈൽ പരിശോധിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവ പരിഹരിക്കുന്നതിനുമുള്ള സമയമാണിപ്പോൾ. അപേക്ഷിച്ചിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും, ഏതാണ്ട് 1.5 ലക്ഷം വിദ്യാർത്ഥികളാണ് കീം 2024 വഴി എഞ്ചിനീയറിംഗിനും മെഡിക്കലിനും ബിഫാമിനും ആർക്കിടെക്ചറിനും ഒക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. എല്ലാ കോഴ്സുകൾക്കും അപ്ലൈ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ പ്രവേശിച്ച് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അവരവരുടെ കാൻഡിഡേറ്റിനകത്ത്, ആ പ്രൊഫൈലിനകത്ത് യാതൊരുവിധ തെറ്റുകൾ വന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. 2024-25 അധ്യയന വർഷത്തിലെ ഈ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ളതാണല്ലോ ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയുള്ള കീം 2024 ആപ്ലിക്കേഷൻ. നാം ഏപ്രിൽ 17 സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകൾ നേറ്റിവിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ OBC നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, SC/ST സർട്ടിഫിക്കറ്റുകൾ, ഇന്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റുകൾ, ഇൻകം സർട്ടിഫിക്കറ്റ്, മൈനോറിറ്റി സർട്ടിഫിക്കറ്റുകൾ, NRI സർട്ടിഫിക്കറ്റുകൾ, അങ്ങനെ നാം സമർപ്പിച്ച എല്ലാ സർട്ടിഫിക്കറ്റുകളും, ഓരോ കുട്ടികളുടെയും എല്ലാ സർട്ടിഫിക്കറ്റുകളും വെരിഫൈ ചെയ്യുകയും ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകളിൽ ന്യൂനതയുണ്ടെങ്കിൽ അത് ഒരു മെമ്മോയുടെ രൂപത്തിൽ നമുക്കിപ്പോൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ കാണാം. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്തിട്ട് അവരുടെ പ്രൊഫൈലിൽ നേറ്റിവിറ്റി കേരളൈറ്റ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നാം സമർപ്പിച്ച നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ്. നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതിനകത്തുണ്ടെങ്കിൽ നാം ഡേറ്റ് ഓഫ് ബർത്തിനായിട്ട് കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ്. നമ്മളുടെ ജാതി ഇപ്പോൾ ഈഴവയാണെന്നിരിക്കട്ടെ, അല്ലെ മുസ്ലിം ആണെന്നിരിക്കട്ടെ, നാം കാൻഡിഡേറ്റ് പോർട്ടൽ പ്രവേശിച്ച് കഴിയുമ്പോൾ നമ്മുടെ കാറ്റഗറിയുടെ സ്ഥാനത്ത് EZ എന്നുള്ളതാണെങ്കിൽ നാം സമർപ്പിച്ച നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് അക്സെപ്റ്റ് ചെയ്തു, ഈഴവ റിസർവേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. MU എന്നാണ് കാണിക്കുന്നതെങ്കിൽ നാം സമർപ്പിച്ച OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അംഗീകരിച്ചു, മുസ്ലിം റിസർവേഷൻ നമുക്ക് ലഭിച്ചു എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഓരോ കാറ്റഗറിയും, വിശ്വകർമ്മ, ബാക്ക്വേർഡ് ഹിന്ദു, ലാറ്റിൻ കാത്തലിക്സ്, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, അതുപോലെ തന്നെ SC/ST വിഭാഗത്തിനെല്ലാം നമ്മൾ കൊടുത്ത സർട്ടിഫിക്കറ്റ് അംഗീകരിച്ചെങ്കിൽ കാറ്റഗറിയുടെ സ്ഥാനത്ത് അതായത് കാസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അതായത് കാസ്റ്റിന്റെ പേര് കാണാനായിട്ട് സാധിക്കും. OEC വിഭാഗത്തിൽ എലിജിബിൾ കമ്മ്യൂണിറ്റി EC എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിനൊക്കെ ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന ആ ഒരു പ്രൊഫൈലും അംഗീകരിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മൈനോറിറ്റി, ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജുകളിലോട്ട് വേണ്ടിയിട്ടുള്ള ക്രിസ്ത്യൻ മൈനോറിറ്റി സർട്ടിഫിക്കറ്റുകൾക്ക് ഓൾ ക്രിസ്ത്യൻ AC എന്ന് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റും അംഗീകരിച്ചു എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ NRI ഡീറ്റെയിൽസ്, NRIയുടെ മുഴുവൻ സർട്ടിഫിക്കറ്റുകളും ഇപ്പോൾ വെരിഫൈ ചെയ്ത് തീർന്നിട്ടില്ല. അതുകൊണ്ട് കുറെ കുട്ടികളുടെ മാത്രമേ NRI വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ചിലതിനകത്തെല്ലാം പ്രൊവിഷണലി അക്സെപ്റ്റഡ് ആണ് കാണിക്കുന്നത്, ബാക്കിയുള്ള വെരിഫിക്കേഷൻ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ NRI സ്റ്റാറ്റസ് സംബന്ധിച്ചുള്ള വെരിഫിക്കേഷൻ ഒരിക്കൽ കൂടി പ്രൊഫൈൽ വരും, അത് വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ജൂൺ 21 ഒരിക്കൽ കൂടി സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ തന്നിരുന്നു. ആ സർട്ടിഫിക്കറ്റുകളും എൻട്രൻസ് കമ്മീഷണർ വെരിഫൈ ചെയ്ത് തീർന്നിട്ടില്ല, അതും യഥാസമയം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. കാൻഡിഡേറ്റ് പോർട്ടലിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മെമ്മോയാണ് കാണുന്നതെങ്കിൽ നേറ്റിവിറ്റിയുടെ അവിടെയോ അല്ലെങ്കിൽ കാറ്റഗറിയുടെ അവിടെയോ മൈനോറിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ അവിടെയോ ഒക്കെ നിങ്ങൾക്ക് മെമ്മോയാണ് കാണുന്നതെങ്കിൽ എന്ത് സർട്ടിഫിക്കറ്റാണ്, എന്താണ് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ വന്നിരിക്കുന്ന അപാകത എന്നുള്ളത് വ്യക്തമായിട്ടും ആ മെമ്മോയിൽ കാണിച്ചിട്ടുണ്ടാവും. ഉദാഹരണത്തിന്, കുട്ടി കേരളത്തിലല്ല ജനിച്ചിരിക്കുന്നത്, എന്നാൽ അറിയാതെ നമ്മളെ കാൻഡിഡേറ്റിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ആ മെമ്മോയിൽ
കുട്ടിയുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് മാറ്റി ചെയ്യാനായിട്ട് പറയും. അങ്ങനെ എന്താണോ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ അപാകത അത് കൃത്യമായി മെമ്മോയിൽ കാണിച്ചിരിക്കും. അതിന് പകരം സമർപ്പിക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ആ മെമ്മോയോടൊപ്പം തന്നെ തന്നിട്ടുണ്ടാവും. ആ പെർഫോമയിൽ തന്നെ നമ്മൾ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഈ വർഷം ഏറ്റവും അധികം വെരിഫിക്കേഷൻ ഒരു ഡിഫക്റ്റ് പറ്റിയിരിക്കുന്നത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ EWS സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലാണ്. എല്ലാ വിദ്യാർത്ഥികളും എഞ്ചിനീയറിംഗിന്റെയോ മെഡിക്കലിന്റെയോ EWS റിസർവേഷൻ ലഭിക്കണമെങ്കിൽ പ്രോസ്പെക്ടസിന്റെ 218-ാമത്തെ പേജിൽ കിടക്കുന്ന ഇതേ ഫോർമാറ്റിൽ തന്നെ നിർബന്ധമായും EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പം നിങ്ങൾ EWS കാറ്റഗറിക്ക് അർഹരാണ്. നിങ്ങളുടെ കാറ്റഗറിയുടെ അവിടെ EW എന്ന് അനുവദിച്ചു വന്നിട്ടില്ല, പകരം മെമ്മോയാണെങ്കിൽ നിങ്ങൾ ഈ പെർഫോമയിൽ നമ്മുടെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടലിലുള്ള പ്രോസ്പെക്ടസിന്റെ 218-ാമത്തെ പേജിന്റെ ഈ പെർഫോമ ഡൗൺലോഡ് ചെയ്യുകയും വില്ലേജ് ഓഫീസിൽ നിന്ന് ഈ പെർഫോമയിൽ തന്നെ EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ EWS റിസർവേഷൻ ലഭിക്കുകയുള്ളൂ. കാൻഡിഡേറ്റ് പോർട്ടൽ വെരിഫൈ ചെയ്യുന്നതിനായിട്ട് നമുക്കറിയാം ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുകയും കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്ക് വഴി ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഫൈൽ പേജ് നമുക്ക് കാണാൻ സാധിക്കും. ലോഗിൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇടത്ത് സൈഡിൽ പ്രൊഫൈൽ കാണാം, കാൻഡിഡേറ്റിന്റെ റെസ്പോൺസുകൾ കാണാം. എഞ്ചിനീയറിംഗ് എക്സാം ഒക്കെ എഴുതിയവർക്ക് മെഡിക്കലിൽ അങ്ങനെ ഉണ്ടാവുകയില്ല. ഈ പ്രൊഫൈലിൽ ഒരു മെമ്മോ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ തന്നെ ഒരു മെമ്മോ എന്നുണ്ടാകും. ആ മെമ്മോയെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സർട്ടിഫിക്കറ്റിനാണ് ഡിഫക്റ്റ്, അതിനെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് കാണും. ആ സർട്ടിഫിക്കറ്റ് യഥാസമയം നമ്മൾ 16-ാം തീയതിക്കുള്ളിൽ അപ്ലോഡ് ചെയ്ത് നമ്മളുടെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുകയും ചെയ്യണം. ഇപ്പം ഈ കാൻഡിഡേറ്റിന്റെ നോക്കുകയാണെങ്കിൽ നേറ്റിവിറ്റി കേരളൈറ്റ് എന്നുള്ളത് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇദ്ദേഹം സമർപ്പിച്ച സർട്ടിഫിക്കറ്റ് കറക്റ്റ് ആയിരുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇദ്ദേഹം ഡേറ്റ് ഓഫ് ബർത്തിനായിട്ട് സമർപ്പിച്ച സർട്ടിഫിക്കറ്റ് കറക്റ്റ് ആയിരുന്നു. ഇത് ജനറൽ കാൻഡിഡേറ്റ് ആണ്, വേറെ യാതൊരുവിധ കമ്മ്യൂണിറ്റി റിസർവേഷനും ഇല്ല, അതുകൊണ്ട് ജനറൽ എന്നാണ് കിടക്കുന്നത്. ഇതേ സ്ഥാനത്ത് ഈഴവയോ മുസ്ലിമോ ബാക്ക്വേർഡ് ഹിന്ദുവോ ലാറ്റിൻ കാത്തലിക്സോ ആണെങ്കിൽ യഥാക്രമം EZ, MU, LA, BH, VK, SC, ST അങ്ങനെയാണ് വരേണ്ടത്. അത് അനുവദിച്ചിട്ടില്ല എങ്കിൽ പകരം ഇവിടെ ഓൾറെഡി ഡിഫക്റ്റ് ഇൻ സർട്ടിഫിക്കറ്റ് എന്ന് കാണാം. നിങ്ങൾക്ക് മെമ്മോ നോക്കിയിട്ട് അത് 16-ാം തീയതിക്കുള്ളിൽ കറക്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മാത്രമേ സാമുദായിക സംവരണം അനുവദിച്ച് കിട്ടുകയുള്ളൂ. മൈനോറിറ്റി കോട്ട ക്രിസ്ത്യൻ വിഭാഗത്തിനും മുസ്ലിം വിഭാഗത്തിനും നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും മൈനോറിറ്റി സംവരണം ലഭിക്കുന്നതിന് ഇവിടെ മൈനോറിറ്റി ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ AC എന്ന് അനുവദിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ മെമ്മോ ഉണ്ടാകും. അതുപോലെ തന്നെ മുസ്ലിം വിഭാഗമാണെങ്കിൽ MM എന്ന കാറ്റഗറി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മൈനോറിറ്റി അനുവദിച്ചു എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ NRIയുടെ കാര്യത്തിലും NRI ഒന്നുകിൽ പ്രൊവിഷണലി അക്സെപ്റ്റഡ് എന്ന് കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾക്ക് ഡിഫക്റ്റ് എന്നുള്ളത് കാണും. അത് യഥാസമയം തന്നെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതാണ്. നമുക്കറിയാം കേരള എഞ്ചിനീയറിംഗ് റിസൾട്ട് ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. എഞ്ചിനീയറിംഗ് റിസൾട്ട് വന്നതിന് ശേഷം എഞ്ചിനീയറിംഗിൻ്റെതായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കും. അതിനുശേഷം നീറ്റിന്റെ ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറും ഒക്കെ എൻ്റർ ചെയ്ത് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കേണ്ടവർക്കുള്ള പ്രൊവിഷണൽ അടുത്തയാഴ്ച ആരംഭിക്കും. അതിനുശേഷം കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കും. കേരള മെഡിക്കലിൻ്റെയും BPharmൻ്റെയും അലോട്ട്മെൻറ്റ് അതിനുശേഷം നടക്കും. അപ്പോൾ കേരളത്തിൻ്റെ പ്രൊഫഷണൽ കോഴ്സുകളിലോട്ടുള്ള 2024-25 അധ്യയന വർഷത്തിലെ പ്രൊഫഷണൽ കോഴ്സുകളിലോട്ടുള്ള പ്രവേശന നടപടികളെല്ലാം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അപേക്ഷിച്ച എല്ലാ വിദ്യാർത്ഥികളും അവരുടെ കാൻഡിഡേറ്റ് പോർട്ടൽ സന്ദർശിച്ച് യഥാസമയം എല്ലാ സർട്ടിഫിക്കറ്റുകളും വെരിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.